സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വാഴക്കൂമ്പ് വെച്ച് ഒരു വറവുണ്ടാക്കാം. അതിന് വേണ്ടുന്ന സാധനങ്ങൾ: ഒരു ചെറിയ വാഴക്കൂമ്പ് മുറിച്ച് വെച്ചത്, പകുതി സവോള, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ഒരു പച്ചമുളക് മുറിച്ചത്, 2 ടേബിൾ സ്പൂൺ തേങ്ങയും 4 വെളുത്തുള്ളിയും 4 ചുവന്നുള്ളിയും 1 നുള്ളി ജീരകവും കൂടി ഒന്ന് ഒതുക്കിയെടുക്കണം. 1 കപ്പ് ചെറുപയർ വേവിച്ചതും വേണം. 1/2 ടീസ്പൂൺ ഉപ്പും വേണം. ഇനി ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം. തേങ്ങയും ജീരകവും ഉള്ളിയും കൂടി ഒന്ന് ഒതുക്കിയെടുക്കാം. പാൻ വെച്ച് പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഈ കൂമ്പ് വറവ് നല്ല ഔഷധ ഗുണങ്ങൾ ഉള്ളതാണ്. ഓയിൽ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1 നുള്ളി കടുകിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ തേങ്ങ ഇടുക. ഒന്ന് നല്ലപോലെ ഇളക്കിയ ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. അതൊന്ന് നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നല്ലതുപോലെ മൂപ്പിച്ച് എടുക്കണം. ഇതൊന്ന് കളറ് മാറി വരുമ്പോൾ ഇതിലേക്ക് 1/4 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 നുള്ളി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കിയെടുക്കണം. പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് കുറച്ച് സവാള ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലപോലെ വഴറ്റിയ ശേഷം ചെറുതായി മുറിച്ച കൂമ്പ് ഇട്ട് കൊടുക്കാം. അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി വേവിച്ചെടുക്കാം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതൊന്ന് മൂടി വയ്ക്കാം. വെള്ളം വേണമെങ്കിൽ 1/2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് വേവിച്ച് ചെറുപയർ ഇട്ട് കൊടുക്കാം. നല്ലപോലെ ഇളക്കിയെടുക്കാം. ചെറുപയർ ഇട്ട ശേഷവും വെള്ളം വേണമെങ്കിൽ 1 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഒതുക്കിയ തേങ്ങ ഇട്ട് കൊടുക്കാം. ഒന്ന് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇനി ഒന്ന് മൂടി വയ്ക്കാം. ഈ
ഈ വറവ് ഇളക്കിയെടുക്കുമ്പോൾ മനസ്സിലാവും വെള്ളം വേണമോ വേണ്ടയോ എന്ന്. വെള്ളം വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കുടഞ്ഞു കൊടുക്കാം. ഇനി ഒന്ന് മൂടി വയ്ക്കാം. ഇത് റെഡിയായി. നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.